ഇത് വീട്ടിലും തണൽ കിട്ടാൻ വേണ്ടിയിട്ട് നട്ടതാണ്. അപ്പോൾ അതിലിപ്പം ചെറിയ ചെറിയ കായ്കളൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഇവിടെ പറയുന്ന പേരെന്ന് പറയുന്നത് കിളിക്കുത്തിപ്പഴം എന്നാണ്. അപ്പോൾ ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കഴിക്കാൻ പറ്റും ശരിക്കും. ഇപ്പോഴല്ല, ഇതൊന്ന് പഴുക്കുന്ന സമയത്ത് ഈ ഒരു പഴം ഒരു ക്ലിയർ ഫോക്കസ് ആവണില്ലെന്ന് തോന്നുന്നു അല്ലേ? ഔട്ട് ഓഫ് ഫോക്കസ് ആണോ? അതല്ലേ? അയ്യോ, ഇതാണ് ഏറ്റവും ഇങ്ങനൊരു കാ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിളിക്കുത്തിപ്പഴം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പഴുത്ത് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റും. ഇനി ഇതിപ്പം ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡായതേ ഉള്ളൂ. ഇപ്പോൾ വേണേലും കഴിക്കാം. കുറച്ചുകൂടെ പഴുക്കും, ഇതിനി പഴുക്കും. പിന്നെ നമുക്കിങ്ങനെ അടുത്തടുത്ത് കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇതിനി നല്ല റെഡ് ഷെയ്ഡിലോട്ട് പോകും. എന്നിട്ട് ഇത് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ ഞെട്ട് കളഞ്ഞിട്ട് ഇതുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുനിന്ന് കഴിക്കുന്നത്. അയ്യോ സോറി. ഇപ്പോൾ ഈ സാധനം കഴിക്കാൻ പറ്റും. ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റ് അല്ല, ചെറിയൊരു മധുരം, ചെറിയൊരു തരവരപ്പ്. ഈ തൊലി കഴിക്കില്ല, അതിൻ്റെ അകത്തുനിന്നുള്ളത് മാത്രം ഞാൻ ഞെക്കി ഇങ്ങനെ എടുത്ത് കഴിക്കും. കഴിഞ്ഞു, തൊലി കളയാം. തണൽ മരം എന്നാണ് പറയുന്നത്. റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വീടിന് ചെറിയൊരു തണൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മുറ്റത്തെ തണലിന് വേണ്ടി കൊണ്ടുവന്നിട്ടെ. ഇനി വലിയ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഇതൊക്കെ മുറിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അതിൽ ചെറിയൊരു കാവുന്ന ഈ സാധനം അല്ലെങ്കിൽ ഈ കായ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ.